മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമറിവ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആർത്തി മൂത്ത കരുണയ്ക്കും കരുണയുടെ മുത്തശ്ശിക്കും നല്ല 8ൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ കണ്ണനാണെങ്കിൽ മഞ്ജുവിനും സാഗറിനും താമസിക്കാനായിട്ട് പുതിയൊരു വീട് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ വീടിൻ്റെ താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിനെയും സാഗറിനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ വരുന്ന സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, നമ്മളെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട്, ഞാൻ കണ്ണൻ സാറെ ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, കണ്ണൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കോയുടെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കോളാൻ പറഞ്ഞു. എന്തായാലും ഇതാ സമ്മാനം, ഈ വീട് നിങ്ങൾക്ക് വേണ്ടി കണ്ണൻ സാറ് വാങ്ങിയതാ, രണ്ടുപേരും കൂടി വാ, ഈ താക്കോല് വാങ്ങിക്കോ, എന്നിട്ട് വലതുകാല് വെച്ച് രണ്ടുപേരും ഡോറ് തുറന്ന് അകത്ത് കയറാൻ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല, എന്തായാലും കണ്ണേട്ടൻ്റെ മനസ്സ് വലിയ മനസ്സാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ വാങ്ങി തന്നെ. ഇതിനു മുമ്പ് കണ്ണേട്ടനുമായിട്ട് ഞാൻ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു, പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെയും വർത്താനം കേട്ടിട്ടാണ് എനിക്ക് കണ്ണേട്ടനോട് ദേഷ്യം വന്നത്. എന്തായാലും മഞ്ജുവിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിയല്ലോ, അതുകൊണ്ട് തന്നെ കണ്ണൻ സാറ് മഞ്ജുവിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നെയെന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അത് നേരാ, ഇതിപ്പോൾ ഇവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും മനസ്സിലായിട്ടില്ല, എന്തായാലും ഇവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ ഉണ്ണി ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇനിയും ഉണ്ണിയും കരുണയും ഒന്നും മാറിയില്ലെങ്കിൽ അവർക്ക് നല്ല 8ൻ്റെ പണി തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോണേ. എന്തായാലും നിങ്ങൾക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ എന്ത് നല്ല വീടാണ് കണ്ണേട്ടൻ എനിക്കും സാഗറേട്ടനുമായിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കണം. എന്തായാലും വാമദേവനും പ്രതാപനും ജയിലിലായതോടുകൂടി ഇനി മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും കരുണ വീട്ടിലോട്ട് തിരിച്ചു വരണമെന്നും പറഞ്ഞ് ഇന്ന് ഏടത്തിയുടെ കാല് പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാഹറാണെങ്കിൽ പറയുന്നുണ്ട്, സാറിനും ലക്ഷ്മി അടുത്തേക്കും ആരോടും ഒരു പകയില്ല, അവരെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാ. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏടത്തേക്ക് ഇങ്ങനെ സംഭവിച്ചത്, ആ കരുണയെ വിശ്വസിച്ചത് കൊണ്ടല്ലേ അവള് ഏടത്തേക്ക് സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടത്, ഇനി ഒരിക്കലും അവളെ കമലേശ്വരത്തേക്ക് തിരിച്ചു കൊണ്ടുവരരുതെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും കരുണ ഒരു അമ്മയാവാൻ പോകുമല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ കണ്ണൻ സാറും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമായിരിക്കും. കണ്ണേട്ടൻ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും അവളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോണില്ല. അവളുടെ അച്ഛൻ ജയിലിലായതുകൊണ്ട് അവൾക്കറിയാം ഇനി അവളുടെ ജീവിതം ദുരിതമായിരിക്കുമെന്ന്, അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വന്നെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഉണ്ണിയോട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവൾ ആകെ പാടെ സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനെയും മുത്തശ്ശീനെയും പിന്നെ സ്വത്തുക്കളെയും മാത്രമാണ്, സ്വത്തില്ലാത്തവരൊന്നും അവൾക്കൊരു വിലയില്ല. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ സാർ ഒരു അവസരവും കൂടി അവൾക്ക് കൊടുക്കുമായിരിക്കും, ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും ഒരു ദ്രോഹം മഹാലക്ഷ്മിയോടും കുഞ്ഞിനോടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോണത് അവൾ തന്നെയാണെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ലേഹേച്ചിയുടെ വീട്ടിൽ നിന്ന് നൂലുകെട്ട് കഴിഞ്ഞാൽ ഏടത്തിയും കുഞ്ഞും വീട്ടിലോട്ട് വരും, അപ്പോൾ അവിടെ കരുണയുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെയും ഏടത്തിയുടെയും ജീവിതം സുഖമാവില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ രാവിലെ കണ്ണൻ ആസ്പത്രിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് റെഡിയായി വന്നിട്ട്, ഞാനും വരുന്നുണ്ടടാ മോനെ നിൻ്റെ കുഞ്ഞിനെ കാണാൻ എന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മയ്ക്ക് ആ കുഞ്ഞ് ചാവണം എന്നല്ലായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നുമില്ലടാ, ഞാൻ എന്തായാലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ, എൻ്റെ ആങ്ങളെ ഒറ്റ ഒരുത്തനാ എന്നെ ഈ അവസ്ഥയിലാക്കിയത്, എന്തായാലും നിന്നോടും നിൻ്റെ ഭാര്യയോടും ഞാൻ മോശമായി പെരുമാറിയതൊക്കെ അവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ്, ഇനിയിപ്പം അവരുടെ വാക്ക് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും അമ്മയെ വിശ്വാസമൊന്നുമില്ല, എന്തായാലും ഇത് അമ്മയുടെ അഭിനയം അല്ലാണ്ടിരുന്നാൽ അമ്മയ്ക്ക് തന്നെ കൊള്ളാം, ഇനിയിപ്പോൾ ഇത് അമ്മയുടെ അഭിനയമാണെന്നെങ്ങാനും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അവസ്ഥ അമ്മയുടെ ആങ്ങളയുടെ അവസ്ഥ തന്നെയാവുമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മോനെ, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി, വിശ്വട്ടം മരിക്കണ വരെയും നിങ്ങളെ 3 പേരെ ഞാൻ എൻ്റെ സ്വന്തം മക്കളായിട്ടാണ് കണ്ടേക്കണേ, അത് നിനക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, പക്ഷെ അതും അമ്മയുടെ അഭിനയമാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഇല്ല കണ്ണ, ഒരിക്കലും എൻ്റെ അഭിനയമായിരുന്നില്ല, എനിക്ക് നിന്നെയും എൻ്റെ 2 മക്കളെ ഒരുപോലെ തന്നെയായിരുന്നു, പക്ഷേ വിശ്വട്ടം മരിച്ചതിന് ശേഷം ആ വാമൻ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷം കുത്തിവെച്ചു, അങ്ങനെ എനിക്ക് നിന്നോട് വിരോധം തോന്നിയതും നിൻ്റെ ചികിത്സയിൽ ഞാൻ മായം കലർത്തിയിരുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മ അന്ന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എനിക്കത് ഗുണമായിട്ടേ വന്നോളൂ, അതുകൊണ്ടാണല്ലോ എനിക്ക് മഹിയെ ഭാര്യയായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ യോഗ്യനായിട്ടുള്ള ഒരു പുരുഷനായിരുന്നെങ്കിൽ ഒരിക്കലും മഹിയുടെ രണ്ടാനച്ഛൻ എനിക്ക് മഹിയെ വിവാഹം കഴിച്ച് തരില്ലായിരുന്നു, അയാൾ എനിക്ക് മഹിയെ തന്നത് തന്നെ അയാളുടെ മകൾക്ക് വേലക്കാരിയായിട്ട് മഹി ഇവിടെ നിൽക്കുമെന്ന് കരുതിയ, പിന്നീടല്ലേ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞതെന്ന്. ആ സമയത്ത് വീണ്ടും ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ലടാ, ഞാൻ നിൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് വരിക, നീ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ വരുമെന്നും പറഞ്ഞ് ദുർഗയാണെങ്കിൽ വേഗം പോയി കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കണ്ണൻ്റെ ഡ്രൈവറാണെങ്കിൽ ദുർഗയുടെ നേരെ ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ നോക്കണേന്ന് ചോദിക്കുമ്പോൾ
അതല്ല, മേഡം ഒരിക്കലും കണ്ണൻ സാറിൻ്റെ കൂടെ വരുന്നത് കാണാറില്ലല്ലോ. അപ്പോൾ മേഡം എന്തിനാ കണ്ണൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ വന്നേന്ന് ആലോചിച്ചതാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേരക്കിടാവിനെ കാണാൻ വന്നെയാന്ന് പറയണം. ആ സമയത്ത് ഇയാൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ നോക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട, ഞാൻ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണാൻ തന്നെയാണ് വന്നേന്ന്. പിന്നീട് കണ്ണനും വന്ന് കാറിലോട്ട് കയറുന്നുണ്ട്. പോണ വഴിക്ക് കണ്ണനും ദുർഗയും പരസ്പരം സംസാരിക്കണമൊന്നുമില്ലെങ്കിലും ദുർഗ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയാണ്. ദുർഗ പോയി കഴിഞ്ഞതും ഉണ്ണിയാണെങ്കിൽ എന്തായാലും കർണയുടെ മുത്തശ്ശി സ്വത്തും പണവും എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അവരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണത്തിന് നല്ല വില ഉള്ളതുകൊണ്ട് തന്നെ ആ ആഭരണങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിലാക്കണം. ഇനിയിപ്പോൾ കർണയെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവളത് മുടക്കും. അതിനു മുമ്പ് തന്നെ എല്ലാ സമ്പാദ്യവും എൻ്റെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ മണ്ണുണ്ണിയെന്നും പറഞ്ഞ് ആക്ഷേപിക്കാനായിട്ട് വരില്ലല്ലോ. അഥവാ എന്നെ ആക്ഷേപിക്കാൻ വന്ന ആ നിമിഷം ഞാൻ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇനിയിപ്പോൾ ആ തള്ളയ്ക്ക് മനംമാറ്റം ഉണ്ടാവുന്നതിന് മുമ്പ് പോയി അവരുടെ സ്വത്തൊക്കെ എഴുതി മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഉണ്ണിയാണെങ്കിൽ കാർ കൊടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ്റെ അമ്മയും കരുണയും മാത്രമേ വീട്ടിലുള്ളൂ. പ്രതാപൻ്റെ അമ്മ ഉണ്ണീനെ കണ്ടതും, ഉണ്ണിക്കുട്ട നീ മോളെ കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പം എന്തായാലും കണ്ണേട്ടൻ സമ്മതിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഇവളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ഇവളെ ഒരുമിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കൊണ്ടുപോയി ചെന്നെന്ന് വിചാരിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇവൾ ഒരു തെറ്റും ചെയ്യാതെ നോക്കിയാൽ മതി എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാനൊന്നും പറ്റില്ല. എന്നോട് വളരെ മോശമായിട്ട് അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുന്ന നേരം ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ അച്ഛൻ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നീ അടങ്ങി ഒതുങ്ങി അവിടെ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ നിന്നെ കണ്ണേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിടും. നിന്നെ മാത്രമല്ല എന്നെ ഇറക്കി വിടും. പിന്നെ ഇത്രയും നാളും കണ്ണേട്ടനും മഹാലക്ഷ്മിക്കോ നിന്നെ ഇഷ്ടമല്ലാതിരുന്നോളൂ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും നിന്നോട് താല്പര്യമില്ല എന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അമ്മ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കണമെന്ന് ചോദിക്കുമ്പം അത് നിനക്ക് മനസ്സിലായില്ലേ, എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനല്ലേ, അങ്ങനെയുള്ള ഒരാളുടെ മോളോട് സ്നേഹം കാണിക്കാൻ മാത്രം മനസ്സൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ദുർഗ മോളെ ഉപദ്രവിക്കുക ഉണ്ണീന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അമ്മ ഇപ്പോൾ കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മിയുടെയും മഞ്ജുവിൻ്റെയും ഒക്കെ ഭാഗത്തേക്ക് ചാഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കിനി അവിടുത്തെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല ഉണ്ണിക്കുട്ട, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതിനുവേണ്ടി മോള് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഞാനതൊക്കെ ശ്രമിച്ച് നോക്കാം, പൂർണ്ണമായിട്ട് ഞാൻ ഉറപ്പ് തരുമൊന്നുമില്ല എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, പിന്നെ കുറേ നാളായിട്ട് നീ എന്നെ എപ്പോഴും മന്ദബുദ്ധി പൊട്ടൻ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി നിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ ചാടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. ഇനി നിൻ്റെ ആക്ഷേപം കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തായാലും ഇത്രയും നാൾ നീ നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കും സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ അച്ഛൻ്റെ സ്വത്തൊക്കെ കേസ് നടത്തി തന്നെ തീരും. അതുമാത്രമല്ല, നിൻ്റെ അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ കൊന്നതിന് നഷ്ടപരിഹാരമായിട്ട് കണ്ണേട്ടൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടികൾ നിൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് തരേണ്ടി വരും. അതോടുകൂടി നിൻ്റെ അച്ഛൻ ഒരു ധർമ്മക്കാരൻ്റെ അവസ്ഥയിലെത്തുന്നു. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിയോട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണേനെ കാണാതെ തന്നെ ഉണ്ണീനെ കുറേ ആഭരണങ്ങൾ കൊടുന്ന് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി ആ പെട്ടി തുറന്ന് നോക്കിയതും അതിനകത്ത് ലക്ഷങ്ങൾ വിലയുള്ള ആഭരണം കണ്ടിട്ട് ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഈ ആഭരണങ്ങൾ വിറ്റാൽ തന്നെ ന്യായമായ പൈസ കിട്ടും, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന്. അങ്ങനെ ഉണ്ണി ചിന്തിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോനെ ഉണ്ണിക്കുട്ട, ഈ സ്വർണം ഞാൻ തന്നു എന്ന് നീ ഒരിക്കലും കരുണമോളോട് പറയരുത്, കരുണമോൾ ഇത് അറിഞ്ഞാൽ സമ്മതിക്കൂല. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് മുത്തശ്ശിയോടും പറയാനുള്ളത്, അവളിത് ഒരിക്കലും അറിയാൻ പാടില്ല. ഇനി അവൾ കമലേശ്വരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ അനുസരിച്ചായിരിക്കും ജീവിക്കണം. പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും നാളും ഇവളവിടെ രാജകുമാരിയെ പോലെ ജീവിച്ചത്, ഇനി അതുപോലെ ഒരു ജീവിതം ഇവൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ഇവളിരിക്കണ്ട. ഞാനും എൻ്റെ അമ്മയും പറയണത് അനുസരിച്ച് ജീവിച്ചാൽ ഇവൾക്ക് അവിടെ ജീവിക്കാം, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇവള് പടിക്ക് പുറത്താവും. ഇവള് മാത്രമല്ല ഞാനൊന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ കണ്ണൻ നിങ്ങളെ ഇറക്കി വിടുവാണെങ്കിൽ നിനക്കും കരുണമോൾക്കും എൻ്റെ തറവാട്ടിൽ വന്ന് താമസിക്കാമല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്കിനി സമ്പാദ്യം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളെന്നെ ആക്ഷേപിക്കാൻ വരില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡോറിൽ മുട്ടണ സമയത്ത് മോഹിനി പോയി ഡോറ് തുറന്നതും കണ്ണനെ മുന്നിൽ കണ്ടിട്ട് ആ മോനായിരുന്നോ ആ മോനെന്നും പറഞ്ഞ് വിളിച്ചതും എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടെന്ന് പറയണു. അങ്ങനെ മോഹിനി പുറത്തേക്ക് നോക്കുമ്പം കണ്ണൻ്റെ പുറകിലായിട്ട് ദുർഗ നിൽക്കണ കാണുന്നുണ്ട്. എന്നിട്ട് മോഹിനി ആ ദുർഗയായിരുന്നോ കയറി വാ ദുർഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും ദുർഗയും അകത്തേക്ക് കയറി വന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ ഇവരിപ്പോൾ എന്തിനാണ് വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിൻ്റെ കുഞ്ഞെന്ന് ചോദിക്കുമ്പം ഇതേ തൊട്ടിലുണ്ട് അമ്മ കണ്ടോ എന്ന് പറയണു. അങ്ങനെ ഈ ദുർഗയാണെങ്കിൽ തൊട്ടിൽ ചെന്ന് കുഞ്ഞിനെ കാണുമ്പം
ദുർഗയ്ക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് തന്നെയാണ് തൊട്ടിലേക്ക് കിടക്കണത്. അത് കണ്ടിട്ട് ദുർഗ പറയുന്നുണ്ട്, ഈ കുഞ്ഞ് മഹാലക്ഷ്മിനെയും കണ്ണനെയും വാർത്തു വെച്ചതുപോലെ അല്ല ഇരിക്കണേന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് മഞ്ജുവും പറഞ്ഞു, ലക്ഷ്മി മോളെയും കണ്ണമോനെയും ചേർത്ത് വെച്ചതുപോലെ ഈ കുഞ്ഞ് ഇരിക്കണേന്ന്. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ മേത്ത മറുക് കാണുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ മേത്തൊരു മറുകുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അന്ന് മോളുടെ വയറ്റിൽ വിഷം ചെന്നില്ലേ, ആ വിഷത്തിൻ്റെ സൈഡ് എഫക്റ്റാണെന്നാണ് പറഞ്ഞത് ഈ മറുക്. എന്തായാലും കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഈ മറുക് കുറച്ച് വലുതാവുകയും ചെയ്യും, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും അമ്മ കുഞ്ഞിനെ കണ്ടില്ലേ, ഇനി പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് മഹാലക്ഷ്മിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തു, എനിക്കറിയില്ലായിരുന്നു എൻ്റെ ആങ്ങളെയും ആ പ്രതാപനും ഇത്രയ്ക്ക് ദുഷ്ടന്മാരാണെന്ന്. എൻ്റെ താലി അറുത്തവന്മാരുടെ കൂടെ നിന്നാണ് ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത്, അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ ഇത് ആത്മാർത്ഥമായിട്ട് പറയണതാണോ അതോ അഭിനയിക്കണയാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം ഇത് ഞാൻ ശരിക്കും മനസ്സിൽ തട്ടിയിട്ട് തന്നെ പറയണത്, എന്നോട് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണം, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കെന്തായാലും അമ്മയെ കണ്ണുടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല, പിന്നെ അമ്മയ്ക്ക് എന്നെ അമ്മയുടെ സ്വന്തം മരുമകളായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനി എനിക്ക് ആകെ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ, അത് മഹാലക്ഷ്മി ആയിരിക്കും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കരുണിയെന്ന് ചോദിക്കുമ്പം അവൾ എൻ്റെ മരുമകളാണെന്ന് ഞാനിനി ഒരിക്കലും അംഗീകരിക്കില്ല, എൻ്റെ വിശ്വട്ടനെ കൊന്നവൻ്റെ മോള, അവളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, കരുണമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും ദുർഗയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, മോഹിനിക്ക് കരുണയുടെ കാര്യത്തിൽ വിഷമം ഉണ്ടാവും, പക്ഷേ ഞാൻ എന്തായാലും കരുണയെ വീട്ടിലോട്ട് കയറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ പറയണത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, അമ്മയുടെ ആങ്ങളയുടെ അതേ സ്വഭാവം തന്നെയാണ് ഉണ്ണിക്കും, അതുകൊണ്ട് കരുണയുടെ മുത്തശ്ശി എന്തെങ്കിലും സ്വത്തോ സ്ഥലമോ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ണി അത് സ്വീകരിച്ചിട്ട് കരുണയെ വിളിച്ചുകൊണ്ട് വരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അവൻ്റെ സ്വഭാവവും കണ്ണൻ്റെ സ്വഭാവവും വ്യത്യാസമുണ്ട്, കണ്ണൻ്റെ അച്ഛൻ്റെ സ്വഭാവം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരാ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്, പക്ഷേ ഉണ്ണിക്കും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ സ്വഭാവമാണ്, മഞ്ജുവിന് പിന്നെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും സ്വഭാവം ഉള്ളതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ലാതെ പോണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി മോളും മോനും എന്നോട് ക്ഷമിക്കണമെന്ന്. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജുവിന് ഞാനിന്നൊരു പുതിയ വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട്, മഞ്ജു സാഗറും ഇന്ന് ആ വീട്ടിലേക്ക് കയറി താമസിക്കുമോ എന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, അത് എവിടെയാണ് മോനെ, എനിക്ക് ആ വീടൊന്ന് കാണണം, മഞ്ജുവിനെയും കാണണം എന്ന് പറയുമ്പം എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അന്നേരം അമ്മ എൻ്റെ കൂടെ പോരേന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ ദുർഗയും കണ്ണനും കൂടി മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരാണ്. മഞ്ജുവിൻ്റെ വീട്ടിൽ വന്നതും ഈ മഞ്ജു ആണെങ്കിൽ ദുർഗയെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവാത്ത പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ വന്നിട്ട്, മോളെ മഞ്ജു, നീ എന്താടി എന്നോട് മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ നിങ്ങളോട് മിണ്ടണേ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കൊല്ലാൻ നോക്കിയവരല്ലേ നിങ്ങളും നിങ്ങളുടെ മരുമോളും, ഇപ്പം എന്തേ നിങ്ങളുടെ മരുമോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പം മഞ്ജു, നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണം, വിശ്വട്ടൻ്റെ കൊലപാതകത്തിന് കാരണം അവളുടെ അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞേ, അല്ലെങ്കിൽ അമ്മ ഇപ്പോഴും അവളെ നല്ല മരുമോളായിട്ട് കൊണ്ടുപോയി നടക്കില്ലായിരുന്നോ, കണ്ണേട്ടനെ എടുത്തേക്കും കൊല്ലാനല്ലേ അമ്മ എന്നും ശ്രമിച്ചിട്ടുള്ളൂ, അതുമാത്രമാണോ അമ്മയുടെ ആങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ലേ അമ്മ കണ്ണേട്ടന് മരുന്നിന് മായം ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടല്ലേ കണ്ണേട്ടൻ 20 വർഷം വീൽ ചെയറിൽ തന്നെ ഇരുന്നത്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും എന്നോട് ക്ഷമിക്കും നിങ്ങളെല്ലാവരും, എനിക്ക് തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയിട്ടുണ്ട്, ഇനി എൻ്റെ ജീവിതം ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പം ഈ മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെപ്പോലെ ദുഷ്ട മനസ്സുള്ള ഒരാളെ ഈ വീടിൻ്റെ അകത്തേക്ക് ക്ഷണിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട മഞ്ജു, ഇനി നീ അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ട, എന്തായാലും അമ്മയ്ക്കിപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അത് ശരിക്കുള്ള മാറ്റമാണോ അഭിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഒരവസരവും കൂടി നീ അമ്മയ്ക്ക് കൊടുക്കുക, ഇനി അമ്മയ്ക്ക് നന്നാവാനുള്ള സമയമുണ്ടെന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അത് കണ്ണൻ സാറ് പറഞ്ഞത് നേരാ മഞ്ജു, ഒന്നുമില്ലെങ്കിലും നിൻ്റെ സ്വന്തം അമ്മയല്ലേ, അമ്മയോട് ഇത്രയും വെറുപ്പൊന്നും കാണിക്കണ്ട, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം അതെല്ലാം തിരുത്താൻ അവർ തയ്യാറാണല്ലോ, അതുകൊണ്ട് അമ്മയെ അകത്തേക്ക് ക്ഷണിക്കാൻ. ആ സമയത്ത് ദുർഗ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയും ഉണ്ണിയും കൂടി കാറിൽ വരുന്ന സമയത്ത് കരുണയുടെ ഉണ്ണിയുടെ കാറിന് മുമ്പിലേക്ക് മാർക്കോ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ബുള്ളറ്റ് കൊണ്ടുവന്ന് കാറിൻ്റെ മുമ്പിൽ നിർത്തിയതും ഈ ഉണ്ണി പറയുന്നുണ്ട്, ഇനി ഇവൻ എന്തിനായിരിക്കും വന്നത്, ചിലപ്പോൾ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെടാതെ വന്നതായിരിക്കും, ഇനിയിപ്പോൾ അവൻ എന്നെ ഉപദ്രവിക്കുമെന്ന് അറിയില്ല, എന്തായാലും ഉണ്ണിയേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങുമൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിയില്ലെങ്കിലും അവൻ കാറിൻ്റെ ഡോറ് പൊളിച്ചാണെങ്കിലും എന്നെ വെളിയിലിറക്കും, അതുകൊണ്ട് ഇറങ്ങണേയിരിക്കും നല്ലതെന്നും പറഞ്ഞ് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താണെന്ന് ചോദിച്ചതും, നീ എന്തിനാ
ഇപ്പോൾ ഇവിടെ തിരിച്ച് കമലേശ്വരത്തേക്ക് കൊണ്ടുപോകണേ. ഇനിയും മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ആപത്ത് വരുത്താനാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനി ഇവളെയും കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം മാർക്കോ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട് നേരാണോടി ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഇല്ല ഇനി ഞാനൊരു കുഴപ്പം ഉണ്ടാക്കൂല, മഹാലക്ഷ്മിയെ നീ സ്വന്തം ചേച്ചിയായിട്ട് കാണൂടി എന്ന് ചോദിക്കുമ്പം കണ്ടോളാന്ന് പറയണു. ഇനി നീ കാരണം മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ കണ്ണൻ സാറിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീയും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, നിൻ്റെ മുത്തശ്ശി ഉണ്ടാവില്ല, ഇവനും ഉണ്ടാവില്ല എന്ന് പറയണു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഇല്ല ഇനി എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഇനി ഇവളൊരു പ്രശ്നം ഉണ്ടാക്കൂല, ഇവളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ജയിലിലല്ലേ, അതുകൊണ്ട് ഇവളിനി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ എന്ന്. എന്തായാലും നിന്നോടും ഇവനോടും കൂടി ഞാൻ ഒരു കാര്യം കൂടി പറയാം, നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മോളെ ഇവള്, എന്നിട്ട് നീ ഇവളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നും ആയിരിക്കില്ല, ഇവളുടെ അച്ഛനോ മുത്തശ്ശിയോ നിനക്ക് സ്വത്ത് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും. നീ പണ്ടേ സ്വത്തിനോട് ആർത്തിയുള്ളവനല്ലേ, അതുകൊണ്ട് ഇനി സ്വത്തിന് വേണ്ടി കണ്ണൻ സാറിനെയോ മഹാലക്ഷ്മിയോ നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇല്ല മാർക്കോ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവൂലാന്ന്. അങ്ങനെ അവർ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മളുടെ കണ്ണനും ദുർഗയും ആസ്പത്രിയിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ദുർഗയൊക്കെ വന്നിറങ്ങുന്ന സമയത്ത് ഈ ഉണ്ണിയും കരുണയും വെളിയിൽ നിൽക്കണ കാണുമ്പം ദുർഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ വന്നതാന്ന് പറയുന്നു. ആ സമയം ദുർഗ പറയുന്നുണ്ട് നിന്നെ ഇനി ഇവിടെ മരുമകളായിട്ട് വാഴിക്കാൻ എനിക്കിഷ്ടമല്ല, ഞാനത് ഇവനോട് പറഞ്ഞതാലോ, എന്നിട്ട് ഇവൻ വീണ്ടും ഇവളെ വിളിച്ചു വിടുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് അത് കണ്ണേട്ടൻ പറഞ്ഞായിരുന്നല്ലോ, ഇവള് വരുന്നതിന് കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവളെ ഇറക്കി വിടുമെന്നല്ലേ കണ്ണേട്ടൻ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് കണ്ണൻ ഇവളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാലും നീ അത് കൊണ്ടുവരരുതായിരുന്നു, നിൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളല്ലേടാ ഇവള്, എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇവൻ വെറുതെ ഒന്നും ഇവളെ വിളിച്ചു കൊണ്ടുവരില്ല, ഇവളുടെ മുത്തശ്ശി അച്ഛനോ ഇവനൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഇവൻ സ്വത്തിൻ്റെ പുറകെ പോണവനാ, ഇവനക്ക് അച്ഛനും അമ്മയെന്നുള്ള ബന്ധമൊന്നുമില്ല, ഇത് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഉവാടെ മോനെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഇവൻ്റെ സ്വഭാവം മനസ്സിലായത്, എന്നാലും ഇവൻ ഇത്രയ്ക്കും ദുഷ്ടനായി പോയല്ലോ എന്ന് പറയുമ്പം അമ്മ എന്തിനാ ഇവനെ കുറ്റം പറയണേ, എപ്പോഴും അമ്മ ഈ മേഘനയും വാമദേവനെയും കണ്ടു പഠിക്കാനല്ലേ ഇവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ ഇവനക്ക് ഇവൻ്റെ അമ്മാവൻ്റെ മകൻ്റെ സ്വഭാവം അല്ലാതെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എടി നീ ഇനിയെങ്കിലും മര്യാദക്കാണെങ്കിൽ നിനക്കിവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം അറിയും, ഇത്രയും നാളും നീ ഇവിടെ രാജകുമാരിയെ പോലെ ജീവിച്ചത്, പക്ഷേ ഇനി നിനക്ക് അങ്ങനെ ഒരു സ്ഥാനമൊന്നും ഇവിടെ കിട്ടില്ല, നിനക്കിവിടെ ഞങ്ങളുടെ ദാസിയായിട്ട് ജീവിക്കാനാണ് ഇനി യോഗം. അത് കേട്ടതും കരുണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും പറയണില്ല, ഞാൻ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജീവിച്ചോളാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ കരുണ അകത്തേക്ക് പോയി കഴിഞ്ഞതും ഈ കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് നീ അവരെന്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിളിച്ചു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവരൊന്നും തരാമെന്നൊന്നും പറഞ്ഞിട്ടല്ല, എന്തായാലും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വത്തൊക്കെ എനിക്ക് തന്നെ കിട്ടാണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അമ്മ കേട്ടില്ലേ, അവരുടെ സ്വത്ത് കണ്ടിട്ടാണ് ഇവൻ ഇപ്പോൾ കരുണയെ വിളിച്ചു കൊണ്ടുവന്നേക്കണേ, ഇനിയിപ്പോൾ പ്രതാപന് സ്വത്തൊന്നും ഇല്ലയെന്ന് മനസ്സിലായ ഇവനെ അവളെ ഒഴിവാക്കാനും മടിക്കില്ല എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അവളെ ഒഴിവാക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തായാലും ഇനി പണ്ടത്തതുപോലെ അവൾക്ക് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല, ഞാൻ അവളെ വെറുതെ വിടാനും പോണില്ല എന്ന്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ശരിക്കും അമ്മ മാറിയതാണോ അതോ മാറിയതായിട്ട് അഭിനയിക്കണതാണോ, ഇനിയും ഞങ്ങളോട് അമ്മയോ ഇവനോ അവളോ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ 3 പേരും ഈ വീട്ടിലുണ്ടാവില്ല, നിങ്ങളെല്ലാവരെയും ഞാൻ ഒരു മടിയും കൂടാതെ പുറത്താക്കുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇല്ലട മോനെ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഞാനിപ്പോൾ എല്ലാം മനസ്സിലാക്കി മാറിയ ഒരാളെ എന്നെ നീ വിശ്വസിക്കുന്നു പറയുമ്പം എനിക്കങ്ങനെ അമ്മയെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, കാരണം ഇതുവരെ അമ്മ നല്ല അഭിനയമായിരുന്നല്ലോ, ഇനിയും അമ്മ അഭിനയിക്കുമെന്ന് എനിക്കറിയാം. ഇതേസമയം നമ്മളുടെ കരുണയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണി അങ്ങോട്ട് ചെന്നതും കരുണയുടെ ഇരിപ്പ് കാണുമ്പോൾ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് ദേഷ്യത്തിലാണെന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കരുണ നീ ദേഷ്യം പിടിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം പിന്നെ ദേഷ്യം പിടിക്കുന്ന കാര്യങ്ങളല്ലേ അവിടെ നിങ്ങളുടെ ഏട്ടനും അമ്മയും പറഞ്ഞത്, എന്നിട്ട് നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അവരെന്ത് പറഞ്ഞാലും നീ അത് കേൾക്കേണ്ട വരും, കാരണം വേറൊന്നുമല്ല നിൻ്റെ അച്ഛനാ എൻ്റെ അച്ഛനെ കൊന്നത്, അതുകൊണ്ട് ഇനി അമ്മ നിന്നോട് പഴയതുപോലെ പെരുമാറുന്നൊന്നും നീ വിചാരിക്കേണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാനന്ന് ചെറിയ കുട്ടിയല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അതൊന്നും എന്നോട് ചോദിക്കണ്ട, എന്തായാലും ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ ഇവിടെ ഉള്ളവരെയൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എന്ന്. പിന്നീട് കരുണയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ സമാധാനത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിനെ കണ്ടതും
പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താ എടി നീ ആസ്പത്രിയിൽ പോയിട്ട് നിൻ്റെ മോള് സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ മോൾക്കും കുഞ്ഞിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കരുണ എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് കരുണമോള് അങ്ങോട്ട് പോയി, കമലേശ്വരത്തേക്ക് പോയി എന്ന് പറയുന്നു. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, ആരാ കരുണയെ വിളിച്ചുകൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം ആര് വിളിച്ചുകൊണ്ടുപോകാനാ, അവളുടെ ഭർത്താവല്ലേ വിളിച്ചുകൊണ്ടുപോകുള്ളൂ, ഉണ്ണി വന്ന് വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയണം. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ അവൻ അവളെ വിളിച്ചുകൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതൊന്നും നീ പറയേണ്ട കാര്യമില്ല എന്ന് പറയണം. അന്നേരം മോഹിനി പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഒരു കാര്യം ഓർത്തോ, ഉണ്ണിക്ക് കണ്ണൻ്റെ സ്വഭാവമല്ല, ഉണ്ണിക്ക് ആ വാമദേവൻ്റെയൊക്കെ സ്വഭാവം. അതുകൊണ്ട് സ്വത്ത് കൊടുത്തിട്ടാണ് കരുണയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ സ്വത്ത് കിട്ടൂല എന്നാവുമ്പം അവൻ തിരിച്ച് മോളെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും. അപ്പോൾ സ്വത്തും പോവും, മോളുടെ ജീവിതവും പോകുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ അത് സത്യമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.